വാഴയിലയും വെട്ടിവാട്ടി പൊതിച്ചോറും കെട്ടി ഞങ്ങളൊരു രോഗിയെ കാണാൻ പോവാം. പൊതിച്ചോറ് പക്ഷേ രോഗിക്കല്ല, രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സിനാണേ. ഈ രോഗിയെ നോക്കണമെങ്കിൽ ഇച്ചിരി എനർജി കൂടുതൽ വേണം, അതുകൊണ്ടാണ് ബൈസ്റ്റാൻഡേഴ്സിനുള്ള ചോറ് പൊതിഞ്ഞുകൊണ്ട് പോകുന്നത്. ചോറ് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഇതാണ് ആ രോഗി, ചുംകിമോള്. പാവത്തിന് വയ്യ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞ് എക്സ്പ്രഷനൊക്കെ ഇട്ട് തന്നിരിക്കുവാണേ ചട്ടമ്പി കല്യാണി. ഞങ്ങൾ ചെല്ലുന്നതിന് കുറച്ച് മുന്നേ ഒരു യുദ്ധമൊക്കെ നടത്തി, ബ്ലഡൊക്കെ ആ ട്യൂബിൽ കൂടെ തിരിച്ചു കയറി ഇവരെല്ലാവരും പേടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുവാണേ. ഇപ്പം നല്ല കുട്ടിയായിട്ടിരിക്കുക. എന്നാൽ പിന്നെ ഞങ്ങളുടെയും കൂടെ ഒരു ഫോട്ടോ ഇരുന്നോട്ടെന്ന് കരുതി ഒരു കറങ്ങിയൊരു സെൽഫിയൊക്കെ അങ്ങ് എടുത്തേ. കുഞ്ഞല്ലേ, അവൾക്ക് അറിയത്തില്ലല്ലോ കൈ അടക്കി വെക്കണമെന്ന്. കൈ അടങ്ങി വെക്കാത്തതുകൊണ്ട് നല്ല വേദനയുണ്ട് ആൾക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്വന്തമായിട്ടിരുന്ന് തടവുന്നുമുണ്ട്. ചുംകിമോളോട് ബായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിൽ മന്തി മനസ്സിൽ കണ്ടപ്പം ദേവൂട്ടൻ അവിടുത്തെ മന്തി വേണം. ദേവൂട്ടൻ മുമ്പ് ശരത്തിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കട കാണുമ്പോൾ അവന് നല്ലപോലെ അറിയാം. ശരത്ത് ദാസേട്ടൻ്റെ ചേട്ടൻ്റെ മോന, ആൾ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലീവിന് വരുമ്പം ദേവൂട്ടനെ എടുത്തോണ്ടൊരു പോക്ക് പോവും. പിന്നെ ബീച്ചിലോ എവിടെയെങ്കിലും ചെന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവിടെ എത്തിയെന്ന്. വെയിറ്റ് ചെയ്യുന്ന സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനനുസരിച്ച് ദേവൂട്ടൻ്റെ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു വരുക. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മന്തിയൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ വണ്ടിയൊക്കെ പോകുന്ന കണ്ടിട്ട് റാലിക്ക് പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.